how to plan a successful കച്ചേരി പാറ്റേൺ. അതാണ് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചൊരു 5-6 വർണ്ണവും ഒരു 10 കീർത്തനവും ആകുമ്പോൾ എല്ലാവരും കച്ചേരി പാടി തുടങ്ങും. കാരണം കച്ചേരി പാടുക എന്നുള്ളതാണ് സംഗീതം പഠിക്കുന്നതിൻ്റെ തന്നെ ഒരു ലക്ഷ്യം. കാരണം എത്രയും വേഗം നമ്മുടെ കുട്ടികൾ കച്ചേരി പാടണമെന്നാണ് എല്ലാ പേരൻസും ആഗ്രഹിക്കുന്നത്, അല്ലേ? കുട്ടികൾക്ക് ആഗ്രഹമുണ്ടോ ഇല്ലയോ, പേരൻസ് അതിന് കൂടുതലായിട്ട് ആ ഒരു എയിമോട് കൂടിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്ര വർഷത്തിനുള്ളിൽ കുട്ടി കച്ചേരി പാടിയില്ലെങ്കിൽ ഈ ടീച്ചേഴ്സിനെ കൊണ്ട് കൊള്ളില്ല എന്നർത്ഥം. ആ ഒരു കോൺസെപ്റ്റാണ് ഇപ്പോൾ ഉള്ളത്. വേറെ ഹിന്ദുസ്ഥാനിയിലൊക്കെ എന്താണെന്ന് വെച്ചാൽ വളരെ സ്ട്രിക്റ്റായിട്ട് അവർ ഇത്ര വർഷം ഗുരുവിൻ്റെ കൂടെ നിന്നതിന് ശേഷം അവിടെ 10-15 വർഷത്തോളം എങ്ങും പാടാൻ പാടില്ല. ഗുരുവിൻ്റെ കൂടെ തന്നെ ഇരുന്നിട്ട് സാധകം ചെയ്യുക. രാവിലെ 5 മണിക്ക് എണീറ്റ് 8 മണി വരെ സാധകം ചെയ്യുക. അവരുടെ കൂടെ കച്ചേരി കേൾക്കാൻ പോവുക, കൂടെ ഇരിക്കുക. ഈ ഒരു എക്സ്പീരിയൻസ് അവർ 10-15 വർഷം കഴിഞ്ഞിട്ടാണ് ഇവർ സ്റ്റേജിലേക്ക് തന്നെ അരങ്ങേറ്റം എന്നുള്ളൊരു ഇത് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ല. ഇവിടെ എന്താ പറയുക, എല്ലാം ഫാസ്റ്റ് ഫുഡ് പോലെ നമ്മൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ. സോ പക്ഷെ ശരിക്കും നമ്മളൊരു കച്ചേരിക്ക് പ്ലാൻ ചെയ്ത് ഇരിക്കണമെങ്കിൽ അത്രത്തോളം റെപ്പർട്ടയർ വേണം. കോമ്പോസിഷൻസ് വൈസ് നമുക്ക് അത്രത്തോളം നമുക്ക് പഠിച്ചതിന് ശേഷം നമ്മൾ കച്ചേരി പാടുമ്പോൾ ഉള്ളൊരു കോൺഫിഡൻസ് ലെവൽ വേറെയാണ്. പക്ഷെ ഇപ്പോൾ എന്താ വെച്ചാൽ ആ ഗുരുകുല സമ്പ്രദായം മാറി. ഇപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ക്ലാസ് നോക്കിയാൽ മറ്റേ ദിവസവും ക്ലാസ്സാണ്, ഗുരുവിൻ്റെ കൂടെ ഡെയിലി ക്ലാസ്സാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാം സാഹിത്യവും നൊട്ടേഷനും ഒക്കെ ഇപ്പോൾ നൊട്ടേഷൻ തന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് പാടാൻ പറ്റുന്നത്. അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി കുറച്ച് സമയം എടുത്തിട്ട് നിങ്ങളിന്ന് പാടും. മേ ബി ഒരു പല്ലവി തീരും, ചരണം പാടാൻ പറ്റില്ല. ഒരു നവാവരണം പോലെയുള്ള വലിയ കോമ്പോസിഷൻസ് ഒന്ന് ആലോചിച്ച് നോക്കാം. വിത്തൗട്ട് നൊട്ടേഷൻ, വിത്തൗട്ട് ലിറിക്സ് ആണ് അത് പണ്ട് കാലത്ത് പഠിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് എന്താ വലിയൊരു ഗുണം എന്ന് വെച്ചാൽ ദിവസവും ക്ലാസ് ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ ഇന്നലെ പഠിച്ച് നമുക്ക് ഇന്ന് കുറച്ച് ഓർമ്മയുണ്ടാവും, പക്ഷേ 10 ദിവസം കഴിഞ്ഞാൽ ഓർമ്മയുണ്ടാവില്ല. ഇപ്പോൾ ഒരാഴ്ചത്തെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്കൊരു ക്ലാസ് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കിതൊന്നും ഓർമ്മയിലുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എല്ലാം ഇപ്പോൾ ഷോർട്ട് കട്ടായി. നൊട്ടേഷൻ ഒക്കെ മുമ്പേ കൊടുക്കുക. അന്ന് റെക്കോർഡിങ്ങും ഇല്ല. ഇന്നിപ്പോൾ ഓഡിയോ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് പിന്നെ അത് 10 പ്രാവശ്യം കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിൽ പതിക്കും. സോ റെപ്പോർട്ടയർ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ് നല്ലൊരു കച്ചേരി പദ്ധതി പ്ലാൻ ചെയ്യണമെങ്കിൽ. കാരണം സ്പോട്ടിൽ നമ്മൾ കച്ചേരി പാടിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചില കീർത്തനങ്ങളുടെ റിക്വസ്റ്റ് വരാം. നമ്മൾ റെഡിയായിരിക്കണം. പല്ലവി പാടുമെന്ന് പറയും ചിലർ ആവശ്യപ്പെടും. RTP ഇന്ന രാഗത്തിൽ പാടും, സുരുട്ടിയിൽ പാടും എന്ന് പറഞ്ഞാൽ സുരുട്ടിയിൽ നമ്മൾ ആ പല്ലവി മുമ്പ് നമ്മൾ ഉണ്ടാവണം, നോക്കി വയ്ക്കണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ പാടുന്നൊരു പല്ലവിയെ പെട്ടെന്ന് നമ്മൾ സുരുട്ടിയിലേക്ക് റീകൺസ്ട്രക്ട് ചെയ്ത് പാടാൻ പറ്റണം. അപ്പം എല്ലാം പല കാര്യങ്ങളും സ്പോട്ടിൽ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മളുടെ പാഠ്യപദ്ധതിയിൽ നമ്മൾ പഠിച്ച് കുറേ അധികം റെപ്പോർട്ടയർ നമുക്ക് കയ്യിൽ റെഡിയായിരിക്കണം. അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് സെഷൻ നോക്കി വർണ്ണങ്ങൾ, മാക്സിമം വർണ്ണങ്ങൾ പഠിച്ചിരിക്കണം. അത് നമുക്ക് മനോധർമ്മത്തിൻ്റെ ബേസിക്കായിട്ട് എല്ലാം വർണ്ണത്തിൽ നിന്ന് കിട്ടും. ഒരു മനോധർമ്മം ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. പിന്നെ വേണ്ടത് കോമ്പോസിഷൻസ് ആണ്. കോമ്പോസിഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മളൊരു കച്ചേരി ഒരു വർണ്ണം കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ആ ഗണപതി കീർത്തനം പാടുക എന്നുള്ള കോൺസെപ്റ്റ് ഇപ്പോൾ പതുക്കെ ഇല്ലാതായി തുടങ്ങി. മറ്റേത് വളരെ മസ്റ്റായിട്ട് ഒരു ഗണപതി സ്തുതി ഉണ്ടാവണം, ഒരു കൃതി. പഴയ കാലത്ത് വർണ്ണം കഴിഞ്ഞാണ് ഒരു ഗണപതി സ്തുതി കഴിഞ്ഞിട്ട് കച്ചേരി ഒരു തുടക്കം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ നമ്മൾ പഞ്ചരത്നം പോലും ശ്രീ ഗണപതിനി പാടി കഴിഞ്ഞിട്ട് ഗുരുവിലേക്ക് ഇടുകൊണ്ടിയും കഴിഞ്ഞിട്ടാണ് നമ്മൾ പഞ്ചരത്നത്തിലേക്ക് പോവുക. അതെന്താ വെച്ചാൽ ഗണപതിക്കും ഗുരുവിനും സമർപ്പണം ചെയ്തിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അവിടെ, പഞ്ചരത്നത്തിൻ്റെ ഭാഗമായിട്ട് അല്ലാതെ. അപ്പോൾ അതൊരു നമ്മുടെ ഏതൊരു സ്റ്റേജ് പെർഫോമൻസിനും ഗണപതി സ്തുതിയും ഗുരുസ്തുതിയും ഉണ്ടാവണം എന്നുള്ളൊരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളത് ഫോളോ ചെയ്ത് വരുന്നത്.
അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ ഗണപതി കീർത്തനങ്ങൾ ആരും പാടാതായി. തുടക്കം തന്നെ നേരെ ഉച്ചക്കൻ രാജമാർഗമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ കീർത്തനം തുടങ്ങിയിട്ട്. സോ പാറ്റേൺ ഇന്ന് മാറി മാറി വരികയാണ്. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഉള്ള നിങ്ങളുടെ തലമുറ ഇതിലേക്ക് നമ്മൾ വരുന്ന ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കുന്ന നിങ്ങളെപ്പോലുള്ളവർ അറ്റ്ലീസ്റ്റ് യു ഷുഡ് ഹാവ് ദാറ്റ് ക്ലിയർ അവെയർനെസ്. എന്തായിരുന്നു നമ്മുടെ ട്രഡീഷൻ, എങ്ങനെ ആയിരുന്നു ഉള്ളത്. മേ ബി നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് കൊണ്ട് സം ചേഞ്ചസ് വരാം, നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഫോളോ ചെയ്തു വന്ന ആ ട്രഡീഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ സംഗീതം പെർഫോമൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നത് തന്നെ പോസ്റ്റ് ട്രിനിറ്റി പീരീഡിലാണ്. ട്രിനിറ്റി പീരീഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ത്യാഗരാജസ്വാമി, ദീക്ഷിതർ, ശ്യാമശാസ്ത്രിയുടെ കാലഘട്ടത്തിൽ. ആ സമയത്ത് ത്യാഗരാജസ്വാമി കൂടുതലും ഭജന സമ്പ്രദായത്തിന് വേണ്ടിയിട്ടാണ് കൃതികളൊക്കെ ഉണ്ടാക്കിയത്. അന്ന് ഭജന ഇഷ്ടംപോലെ സമ്പ്രദായ ഭജന നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പാടാൻ വേണ്ടിയും ഒക്കെയാണ് അദ്ദേഹം കൃതികൾ അന്നത്തെ കാലത്ത്. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള കീർത്തനങ്ങൾ മാത്രമാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയെന്ന് പറയാൻ പറ്റില്ല. പിന്നീട് നമുക്ക് എത്രയോ വലിയ വലിയ കൃതികൾ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. ഇപ്പോൾ ഭജന സമ്പ്രദായത്തിന് പാടാൻ പറയുമ്പോൾ അത്ര ആഴത്തിലുള്ള കൃതികൾ എല്ലാവർക്കും പാടാൻ പറ്റില്ലല്ലോ. അപ്പം അദ്ദേഹം ഒരു റിയൽ കമ്പോസർ തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹം അതിനൊരു പെർഫോമൻസ് ലെവലിലേക്ക് കൊണ്ടുവന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മുത്തുസ്വാമി ദീക്ഷിതരും ശരി, അദ്ദേഹത്തിൻ്റെ ഓരോ കീർത്തനവും എത്രത്തോളം ഒരു ഡെപ്തുള്ള കീർത്തനങ്ങളാണെന്ന് നമുക്കറിയാം. പക്ഷെ അദ്ദേഹം ക്ഷേത്രങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്ക് സഞ്ചരിച്ച് അവിടെ ആ ഒരു ക്ഷേത്ര സന്നിധിയിൽ തന്നെ ഇരുന്ന് ആ ക്ഷേത്രത്തിനെക്കുറിച്ച് എഴുതുക, ആ ദേവനെക്കുറിച്ച് എഴുതുക, അങ്ങനെയാണ് കൃതികളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ശ്യാമശാസ്ത്രിയും ബംഗാരു അദ്ദേഹം അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല. ബംഗാരു കാമാക്ഷി ശരണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു തിരുവാരൂരുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ബംഗാരു കാമാക്ഷി ടെമ്പിളിൽ ഇരുന്നിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കീർത്തനങ്ങളാണ് അധികം. അപ്പം ഇതൊന്നും പിന്നീട് ഇതൊക്കെ ഒരു കോൺസെപ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവന്നത് പോസ്റ്റ് ട്രിനിറ്റി പീരീഡിലാണ്. വേറാസ് പട്ടണ സുബ്രഹ്മണ്യർ, പൂച്ചി ശ്രീനിവാസയ്യങ്കാർ, അങ്ങനെ പിന്നീട് വന്ന കമ്പോസേഴ്സ് ഇവരുടെ ഈ ട്രിനിറ്റിയുടെ കമ്പോസിഷൻസിൻ്റെ ഒരു ഇൻസ്പിറേഷനിൽ പിന്നീട് ഒരുപാട് കമ്പോസിഷൻസ് കിട്ടിയിരുന്നു. അതിനുശേഷം അവരുടെ സമയത്തും കച്ചേരി സമ്പ്രദായമൊന്നും അങ്ങനെ ഇൻട്രൊഡ്യൂസ് ആയിട്ടില്ല. പിന്നീട് അതിനുശേഷം അവരുടെ ശിഷ്യപരമ്പരകളൊക്കെ വരുന്ന സമയത്താണ് ഇത് കച്ചേരി സമ്പ്രദായമായിട്ട്. കാരണം ഇത് ത്യാഗരാജസ്വാമികളുടെ കാലഘട്ടത്തിൽ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം ഒരിക്കൽ അദ്ദേഹം ഒരു സദസ്സിന് മുന്നിലിരുന്ന് കച്ചേരി ഫോർമാറ്റിൽ പാടിയതായിട്ടൊരു ചരിത്രമുണ്ട്. പക്ഷെ അപ്പോഴും ഈ കൽപ്പനസ്വരം ഒന്നുമില്ല, നിരവൽ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ബിലഹരിയിലുള്ള ത്വരഗുണമായിട്ട് വേണ്ടി പാടിയിട്ട് രാമബ്രഹ്മ തനിയുനി കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ആ കീർത്തനല്ലേ? അതിലും നിരവൽ ചെയ്തിരുന്നു. പക്ഷെ അന്ന് കൽപ്പനസ്വരം ഒന്നും അങ്ങനെ ഒരു കോൺസെപ്റ്റേ ഇല്ല. പിന്നീട് ഇത് കച്ചേരി ലെവലിലേക്ക് ഇത് എത്തുന്നത് ഈ തമിഴ്നാട്ടിലുള്ള സെമീന്ദർമാരുണ്ട്, ഇഷ്ടംപോലെ സെമീന്ദർമാരുണ്ട്. അവരുടെ വീടുകളിൽ തന്നെ അവർ ആർട്ടിസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്ത് ആൾക്കാർ അവരുടെ ബന്ധുക്കളെയും അവരുടെ ഇഷ്ടമിത്രങ്ങളെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് അവരുടെ മുമ്പിൽ ഈ അന്നത്തെ കാലഘട്ടത്തിൽ ഈ എന്താ പറയുക ഫ്ലൂട്ട്, ശരഭശാസ്ത്രികൾ, അങ്ങനെയൊക്കെ ആ ഒരു കാലഘട്ടം. ആക്ച്വലി പട്ടണ സുബ്രഹ്മണ്യർ അവരൊക്കെ വന്ന് ഈ കച്ചേരികൾ ചെയ്തിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ പല്ലവികളൊക്കെ അതിവിപുലമായിട്ടുള്ള പല്ലവികളൊക്കെ അന്ന് കച്ചേരിയുടെ പാട്ടായിരുന്നു. താളങ്ങളൊക്കെ നോക്കിയാൽ നമ്മളുടെ വിചാരം ഇപ്പോഴാണ് പല്ലവികളൊക്കെ ഇത്രയും ഭയങ്കര സിംഹനന്ദന താളത്തിലും കാകപാദത്തിലും ഒക്കെ ഇപ്പോഴാണ് പല്ലവികളെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ 108 താളങ്ങളിലൊക്കെ പല്ലവി പാടിയിരുന്നു. പിന്നീട് അത് ലൈറ്ററായിട്ട് സിമ്പിൾ പല്ലവി ഫോർമാറ്റിലേക്ക് വന്നു. ഇപ്പോൾ വീണ്ടും ഒരു ഭയങ്കര ഇൻഡെപ്ത് പല്ലവി കോൺസെപ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിങ്ങൾക്കറിയാം പല്ലവി ദർബാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട് ചെന്നൈയിലൊക്കെ. അപ്പോൾ ഈ അന്ന് ആ ഒരു കച്ചേരി പദ്ധതി ഉണ്ടാക്കിയത് ഈ പട്ടണ സുബ്രഹ്മണ്യർ ആ ഒരു കാലഘട്ടത്തിൽ, അവരുടെ കാലഘട്ടം മുതൽ നമുക്ക് കച്ചേരി പദ്ധതി തുടങ്ങി. പക്ഷേ ഇന്നത്തെ ഒരു ഫോർമാറ്റ്, ഒരു വർണ്ണത്തിൽ തുടങ്ങുക, ഒരു ഗണപതിയുടെ കീർത്തനം പാടുക, പിന്നെ
ഇന്നത്തെ നമ്മൾ കേട്ട് വരുന്ന കച്ചേരിയുടെ ഫോർമാറ്റ് ചെയ്തത് ആരാണ്? അരിയക്കുടി രാമാനുജൻ. അരിയക്കുടി രാമാനുജയങ്കാരുടെ കാലഘട്ടം മുതലാണ് ഒരു എന്താ പറയുക, പന്ഥാവെന്ന് പറയില്ലേ, ഒരു വഴിമുറ എന്നൊക്കെ പറയുന്ന മാതിരി കച്ചേരിയെ ഒരു കൃത്യമായിട്ടൊരു പാറ്റേൺ കൊടുത്ത് അദ്ദേഹം ഒരുപാട് ഈ തുക്കഡാസ് എന്ന് പറയുന്ന ഇതൊക്കെ ഒരുപാട് എടുത്ത് അദ്ദേഹം ട്യൂൺ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ ട്യൂൺ കൊടുത്തിട്ട്, കാരണം അന്ന് തുക്കട എന്നൊരു സെക്ഷനെ ആർക്കും അറിയില്ല. തുക്കട എന്ന് പറയുമ്പോൾ ലൈറ്റ് സെമി ക്ലാസിക്കൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് മെയിൻ കോമ്പോസിഷൻസ് എന്നുള്ള രീതിയിലാണ്. ഇന്നത്തെ പോലെ ഭജൻസും അഭംഗങ്ങളൊന്നും ഇല്ലെങ്കിലും തില്ലാനാക്കള്, തിരുപ്പുകൾ ഇതൊക്കെ ഈ പോസ്റ്റ് ഇതിലേക്ക് കൊണ്ടുവന്നൊക്കെ അദ്ദേഹമാണ്, അരിയക്കുടി സാറാണ്. അതിനുമുമ്പ് പല്ലവി അന്നൊക്കെ എങ്ങനെയാ വെച്ചാൽ ഒരു രാഗം എടുത്തു കഴിഞ്ഞാൽ 1.5-2 മണിക്കൂർ, എന്നിട്ട് അതിൽ പല്ലവി, തനിയാവർത്തനം, അത് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ എന്തെങ്കിലും ഒരു കൃതി, ഒരു എന്താ പറയുക, ഉത്സവ സമ്പ്രദായ കീർത്തനം എന്തായാലും പാടിയിട്ട് അങ്ങ് തീരും. അങ്ങനെ കുറേ കാലം കച്ചേരികളൊക്കെ നടന്നിരുന്നു. അരിയക്കുടി രാമാനുജയങ്കാരന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പൂർണ്ണത്വം അദ്ദേഹം അത് കൊടുത്തു എന്നുള്ളതാണ് കച്ചേരിയുടെ ഫോർമാറ്റിൽ. ഇന്നും നമ്മളിപ്പോൾ ഒരു കച്ചേരിക്ക് ചെയ്യുന്ന പറയുമ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങുമ്പോൾ എന്താണ് മെയിനായിട്ട് ആദ്യം എന്താ നിങ്ങളുടെ മനസ്സിൽ വരിക? അപ്പോൾ നിങ്ങളൊക്കെ കച്ചേരി അറ്റ്ലീസ്റ്റ് കുറച്ച് കച്ചേരികളെങ്കിലും ചെയ്യുന്ന ആൾക്കാരിവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു കച്ചേരി ഉണ്ടെന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എന്താണ്? അന്ന് എന്താണ് മെയിൻ പാടേണ്ടത്? നമ്മൾ വർണ്ണം പോലല്ല തുടങ്ങാം. മെയിൻ എന്താണെന്ന് പാടേണ്ടത്? അതെന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഭാഗത്ത് എവിടെയെങ്കിലും വന്നിട്ടുണ്ടാകും. പണ്ടത്തെ മാതിരിയല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ്. പണ്ടെന്ന് പറയുമ്പോഴത്തേക്കും വർഷത്തിൽ ഒരിക്കലോ മറ്റോ ഇവിടെ വരുള്ളൂ. അത് അന്ന് എന്താണ് പാടിയെന്ന് കേട്ടവർക്ക് ആർക്കും ഓർമ്മയുണ്ടാവില്ല. മാത്രമല്ല, ഇവിടെ പാടിക്കഴിഞ്ഞാൽ അവർ വേറൊരു സ്ഥലത്ത് ഒരു 2 മണിക്കൂർ യാത്ര ചെയ്ത് വേറൊരു സ്ഥലത്ത് പാടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ആൾക്കാരൊന്നും അവിടെ വരണമെന്നില്ല. അന്നത്തെ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയായിരുന്നു. മാത്രമല്ല, ഇവിടെ എന്താ പാടിയെന്ന് ആർക്കും അറിയില്ല, സോഷ്യൽ മീഡിയ ഇല്ല. ഇന്നങ്ങനെയല്ല, കൂടുതൽ കമ്മിറ്റഡ് ആണ് എല്ലാവരും. കാരണം അധികം റെപ്പറ്റീഷൻ വരാൻ പാടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ പാടിയെന്ന് നമ്മൾ നോക്കി വെക്കണം. അല്ലെങ്കിൽ കേട്ടവർ പറയും തങ്ങൾ ഇത് തന്നെയാണ് പാടിയെന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളത് ഇതുകൊണ്ട് കൂടുതൽ റിപ്പോർട്ടർ ഇപ്പോൾ വളരെ അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. സോ നമ്മൾ മെയിൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ മെയിൻ പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? പ്രധാനമായിട്ടും നമ്മൾ ഒരു മേജർ രാഗം ചൂസ് ചെയ്യണം. മേജർ രാഗങ്ങൾ മുമ്പ് എന്തൊക്കെയാണ് വരിക? കാമ്പോജി, ഭൈരവി, ശങ്കരാഭരണം, തോടി, കല്യാണി, കരകരപ്രിയ. അതൊക്കെ നെക്സ്റ്റ് ലെവലിലേക്കാണ് വരിക. ഈവൻ സാവേരി പ്ലാൻ ചെയ്യാം, കുഴപ്പമില്ല. മോഹനം കൂടെ ഇതിനടുത്ത ലെവലിലേക്ക് പ്ലാൻ ചെയ്യാം. കാരണം ഔഡവ രാഗങ്ങളിൽ മോഹനം, മധ്യമാവധിയൊക്കെ മെയിനായിട്ട് പാടാറുണ്ട്. പക്ഷെ അതൊക്കെ നെക്സ്റ്റ് ലെവലാണ്. അപ്പോൾ എല്ലാവരും പറയും, എന്തിനാ ഈ തോടി, ശങ്കരാഭരണം, കല്യാണി തന്നെ മെയിൻ പാടുന്നത്? അല്ല, ചെറിയ രാഗങ്ങൾ എടുത്തിട്ട് അത് എന്തുകൊണ്ട് മെയിനായിട്ട് പാടിക്കൂടാ? ഇതിനൊന്നും നമുക്ക് ഉത്തരവില്ല. പക്ഷേ ഒരു കച്ചേരി കേട്ട് കഴിയുമ്പോഴത്തേക്കും, ഇന്നും ഒരു കഥകളിയിൽ അജിതാഹരെ കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ? എത്ര പ്രാവശ്യം കേട്ട കീർത്തനമാണ് അല്ലേ? എത്രയോ പ്രാവശ്യം കേട്ട പദമാണെങ്കിലും അജിതാഹരെ പാടുമ്പോൾ അതിനകത്ത് കിട്ടുന്നൊരു ഒരു നിറവുണ്ടല്ലോ. അത് നമുക്ക് കിട്ടണമെങ്കിൽ ഹെവി രാഗാസ് തന്നെ എടുക്കണം മെയിനായിട്ട്. കീർത്തനങ്ങൾ മാറ്റാമല്ലോ, ഇഷ്ടംപോലെ കീർത്തനങ്ങളാണ്. തോടിയിൽ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള കീർത്തനം 10-35 ഉണ്ട്. അതുകൂടാതെ പുറത്തു വരാത്ത എത്രയോ കീർത്തനങ്ങളുണ്ട്. റെയർ കീർത്തനങ്ങൾ എടുത്ത് പാടാം. അപ്പോൾ ഒരു തോടി നമ്മൾ ചൂസ് ചെയ്യാണെന്നിരിക്കട്ടെ, തോടിയോ ഭൈരവി, ഇതൊക്കെ ഒരു സെഗ്മെൻറ്റ് വരും. തോടി, ഭൈരവി, കരകരപ്രിയൊക്കെ ശുദ്ധമധ്യമത്തിൽ മെയിനായിട്ട് പാടാൻ പറ്റുന്ന രാഗങ്ങളാണ്. പ്രതിമധ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കല്യാണി വരും. ഒരു പൂർവ്വ കല്യാണി വേണമെങ്കിൽ നമുക്ക് എടുക്കാം.
മീനാക്ഷി മേഘം പോലെ വളരെ വളരെ വലിയ കീർത്തനങ്ങളൊന്നും ഇല്ല പൂർവിലാണ്ട്. കൂടുതലും സബ്മെയിനിന് പറ്റിയ കീർത്തനങ്ങളാണ്. അപ്പം മെയിനായിട്ട് പാടാൻ പറ്റിയ കീർത്തനങ്ങളുള്ള രാഗങ്ങളും ചൂസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം 2 കള ചൗക്കം എന്തുകൊണ്ട് പാടണം? ഇപ്പോൾ ഒരു ആദ്യതാളം 2 കള ചൗക്കാണ് കൂടുതലും നമ്മൾ ചൂസ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ആദ്യതാളം 2 കള ചൗക്കത്തിന് കിട്ടുന്നൊരു വെയിറ്റ് നമുക്കൊരു രൂപകാലത്തിന് മിശ്രജാപ്പിന് കിട്ടില്ല. മേ ബി മിശ്രജാപ്പിനെ അടുത്തതായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ ആദ്യതാളം 1 കള പാടിക്കഴിഞ്ഞാൽ, 1 കള കീർത്തനം പാടിക്കഴിഞ്ഞാൽ നമുക്കൊരു ആ ഒരു 2 കള പാടുന്നതിൻ്റെ ഒരു സൗഖ്യം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യതാളം 2 കള എടുക്കണം. അതും അരയിടം, മുക്കാലിടം, സമം, കാലിടം, ഇങ്ങനെയൊക്കെ ഉണ്ട്. കാലിടം എന്ന് പറയുമ്പോൾ അരയിടം എന്ന് പറഞ്ഞാൽ എന്താണ്? അരയിടം, അതെ, 2 കളയിൽ ഫസ്റ്റ് ബീറ്റിൽ, രണ്ടാമത്തെ ബീറ്റിൽ തുടങ്ങുന്നത്, ഇവിടെ തുടങ്ങുന്നത് അരയിടം. 2 ബീറ്റിൽ ആദ്യത്തെ അടി കഴിഞ്ഞ ഉടനെ തുടങ്ങുന്നത് കാലിടം. 2 ബീറ്റിൽ രണ്ടാമത്തെ ബീറ്റും കഴിഞ്ഞിട്ട് തുടങ്ങുന്നത് മുക്കാലിടം. സോ ഇതൊക്കെ ഈ 2 കള ചൗക്കത്തിലുള്ള പല ഗ്രഹങ്ങളിലുള്ള കീർത്തനങ്ങളാണ്. ഗ്രഹം എന്ന് പറയുമ്പോൾ തുടക്കം അർത്ഥം. അത് അതീത ഗ്രഹം, അനാഗത ഗ്രഹം എന്നൊക്കെ പേരുണ്ട്. അതീത ഗ്രഹം എന്ന് പറഞ്ഞാൽ മുമ്പേ തുടങ്ങുന്നത്, താളത്തിന് മുമ്പേ സാഹിത്യം തുടങ്ങിയാൽ അതീത ഗ്രഹം. അനാഗത ഗ്രഹം എന്ന് പറയുമ്പോൾ താളം കഴിഞ്ഞിട്ട് സാഹിത്യം തുടങ്ങുന്നത്. അപ്പോൾ മോസ്റ്റ്ലി അനാഗത കീർത്തനങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ചൂസ് ചെയ്യുക. മുമ്പ് വരുന്നത് വളരെ കുറവാണ്, അതീത ഗ്രഹം വളരെ കുറവാണ്. അപ്പോൾ അരയിടമോ കാലിടമോ മുക്കാലിടമോ ഉള്ള കീർത്തനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മൃദംഗത്തിന് വളരെ സൗഖ്യമായിരിക്കും. അവർക്കൊരു മുക്കാലിടത്തിനേക്കാൾ അരയിടം കിട്ടുകയാണെങ്കിൽ മൃദംഗം വളരെ സൗഖ്യമായിട്ട് വായിക്കും. മുക്കാലിടം എന്ന് പറയുമ്പോൾ കുറച്ച് ഇടഞ്ചൽ ജാസ്തിയാണ്. അപ്പോൾ മെയിൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് സബ് മെയിൻ പ്ലാൻ ചെയ്യണം. പിന്നെ അടുത്ത് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് സബ് മെയിനാണ്. അപ്പോൾ സപ്പോസ് തോടി, ഭൈരവി, കാമ്പോജി ആണെങ്കിൽ അതിന് സബ് മെയിൻ എന്തൊക്കെ വരാം? സജഷൻസ് പറഞ്ഞോളൂ, ഇഷ്ടം എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ. പൂരി കല്യാണി, കല്യാണി, ഹിന്ദോളം. ഏതിന്? തോടി വന്നാൽ ഹിന്ദോളം വരില്ല. ഹിന്ദോളം വരണമെങ്കിൽ കല്യാണി വന്നാൽ ഹിന്ദോളം വരാം. കാരണം അത് ചൂസ് ചെയ്യാൻ വേറൊരു കാരണം കൂടെയുണ്ട്. അന്തരകാന്തരം, കാകൽ നിഷ എന്ന് പറയുന്നത് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള സ്വരസ്ഥാനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ശങ്കരാഭരണവും കാമ്പോജിയൊക്കെ അങ്ങനെ ഫുൾ നിറഞ്ഞു നിൽക്കുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ അന്തരകാന്തരം എന്നുള്ളതാണ്. ശങ്കരാഭരണവും കാമ്പോജിയും അന്തരകാന്തരം താരസ്ഥായിൽ നിന്ന് പാടാൻ പറ്റിയ രാഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിന് ആ ഒരു പ്ലസൻറ്റ്നെസ് ഉണ്ടാവും ആ രാഗത്തിന്. വേറെ സാധാരണ ഗാന്ധാര രാഗങ്ങൾ ലൈക്ക് ഖരഹരപ്രിയ, കീരവാണി, തോടി, എല്ലാത്തിലും വളരെ മേജറായിട്ടുള്ള കീർത്തനങ്ങളുണ്ടെങ്കിലും ഈ കാമ്പോജി ശങ്കരാഭരണത്തിന് കിട്ടുന്ന ആ ഒരു പ്ലസൻറ്റ്നെസ് അത്രയും ഉണ്ടാവില്ല. വെയിറ്റ് ഉണ്ടെങ്കിലും പ്ലസൻറ്റ്നെസ് ഇത്തിരി കുറയും. കാരണം സാധാരണ ഗാന്ധാരം, കൈസി നിഷാദം, ശുദ്ധദൈവതം, ശുദ്ധ ഋഷഭം, ഇത് കുറച്ച്, അതായത് അന്തരഗാന്ധാരം, കാകൽ നിഷാദം ഉള്ള രാഗങ്ങളെക്കാൾ കമ്പയർ ചെയ്താൽ പറയാൻ പറ്റുള്ളൂ. അല്ല ഡൾനെസ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ബട്ട് കമ്പാരിറ്റീവ്ലി അത്രയും പളിച്ചെന്ന് പറയാം. തമിഴിൽ പളിച്ചെന്ന് പറയും ഒരു വേർഡ്, മലയാളത്തിൽ എന്താ പറയാമെന്നറിയില്ല. അത്രയും പളിച്ചെന്നുണ്ടാവില്ല, അങ്ങനെ ഗ്ലോയിങ് ആയിട്ട്. സോ അതുകൊണ്ടാണ് കാമ്പോജി, ശങ്കരാഭരണം കീർത്തനങ്ങളൊക്കെ നല്ല വോയിസ് കൾച്ചർ, നല്ല ശാരീരിക സൗഭാഗ്യമുള്ളവർക്ക് ഗംഭീരമായിട്ട് പാടി ഫലിപ്പിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല ശങ്കരാഭരണം ഒരു വേൾഡ് സ്കെയിലാണ് ഞാൻ പറഞ്ഞത്. സോ ശങ്കരാഭരണത്തിന് ഒരുപാട് പോസിബിലിറ്റി ഉള്ള രാഗമാണ് ശങ്കരാഭരണം. വെയിറ്റ് മാത്രമല്ല, ധാരാളം സാധ്യതയുള്ളൊരു രാഗമാണ് ശങ്കരാഭരണം. അതുപോലെ നെക്സ്റ്റ് ലെവൽ നോക്കുകയാണെങ്കിൽ ഭൈരവി, തോടി. അതിൻ്റെ വെയിറ്റ് വരുന്ന കാരണം തന്നെ സാധാരണ ഗാന്ധാരവും കൈസി നിഷാദവും ഗമകസ്വരങ്ങളാണ്. മോസ്റ്റ്ലി നമ്മുടെ രാഗങ്ങളിൽ നീ ആ ഒരു അഴുത്തമുള്ള രാഗങ്ങളാണ് തോടിയും ഭൈരവിയും ഒക്കെ. എന്ന് പാടിക്കഴിഞ്ഞാൽ ആ വെയിറ്റ് അങ്ങനെ ഇരിക്കും തോടിയുടെ. ആ മധ്യമം, ശുദ്ധമധ്യമത്തിൻ്റെ ഗമകം. ഈ ഗമകം വരുന്ന സ്വരങ്ങൾ ആ രാഗത്തിനൊരു
വെയിറ്റ് കൊടുക്കും. അതുകൊണ്ടാണ് തോടി ഭയങ്കര വെയിറ്റായ രാഗം. ഗാന്ധാരം, നിഷാദം ഭയങ്കര വെയിറ്റി സ്വരങ്ങളാണ്. സാധാരണ ഗാന്ധാരം, കൈസി, നിഷാദം തോടിയിൽ നല്ല പോലെ ഗമം കൊടുത്ത് പാടാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ നിഷാദത്തിന് അങ്ങനെ അത്രയും തന്നെ മതി ആ തോടിക്ക് വെയിറ്റ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഘരഘരപ്രിയ, ഭൈരവി, തോടി ഇതിൻ്റെ ആ രാഗം അത്ര വെയിറ്റിയാണ്. വെയിറ്റി വേറെ, ആ ഗ്ലോയിങ് വേറെ. ഞാൻ രണ്ട് വ്യത്യാസം ഉണ്ട്. വെയിറ്റ് വൈസ് ഞാൻ പറയുന്നത് ശങ്കരാനന്ദങ്ങളെ വെയിറ്റ് ഭൈരവിക്കും തോടിക്കുമാണെന്ന് ഞാൻ പറയും. വേറാസ് ആ പ്ലസൻനെസ് കൂടുതൽ കൂടുന്നത് ശങ്കരാഭരണവും കാമ്പോജിയാണ്. കാരണം അതിനകത്ത് ഒരു സോബറിംഗ് ആയിട്ട് ഒരു പ്രൈസ് പോലും കൊടുക്കാൻ പറ്റില്ല. തോടിയിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും വേണമെങ്കിൽ. ഇതിനകത്തൊന്നും വലിയ കമകമില്ല. പക്ഷെ ഒരു എന്താ പറയുക, ആ വെയിറ്റ് ഉണ്ട് താനും. അപ്പം ആ രാഗങ്ങളുടെ ഭാവം വളരെ വളരെ പ്രധാനമാണ്. വൺസ് നമ്മൾ തോടി, ഭൈരവിയൊക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പുറത്ത് നമുക്കൊരു അന്തരഗാന്ധാരം, കാകൽ, നിഷാദൊക്കെ ഉള്ള രാഗങ്ങളുണ്ടെങ്കിൽ ഭയങ്കര കോൺട്രാസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു തോടി, ഭൈരവി എടുക്കുമ്പോൾ ഇപ്പുറത്തൊരു പൂർവികലിയോ ബന്ധുരാളിയോ ഒരു ധർമ്മവതിയോ. ധർമ്മവതിക്ക് സാധാരണ ഗാന്ധാരമാണ്. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ പത്തുരാളി, പൂർവികലാണി അങ്ങനെ എടുക്കാം. പക്ഷെ ധർമ്മവതിക്ക് ഉത്തരാംഗം വളരെ പ്ലസൻ്റ് ആണ്. സോ ഉത്തരാംഗം അങ്ങനെ ഇരിക്കുന്നുണ്ട് സാധാരണ ഗാന്ധാരത്തിൻ്റെ ഒരു ഇതറിയില്ല. വേറാസ് ഒരു തോടിയുടെ കൂടെ ഇപ്പുറത്ത് ഒരു ആഭോഗി അല്ല ഒരു ശ്രീരഞ്ജിനി, അത് സമയം കോൺട്രാസ്റ്റ് പോരാ. ഒരു ശ്രീരഞ്ജിനി ഉണ്ടെങ്കിൽ അപ്പുറത്തൊരു കല്യാണി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പൂർവികലേണി കൊടുക്കാം. നമ്മൾ ഈ ഓപ്പോസിറ്റ് രാഗങ്ങൾ എന്നൊരു ഇതുണ്ട്. നമ്മളിപ്പോൾ ഈ ഇതിനകത്ത് എന്തെന്ത് സ്വരസ്ഥാനങ്ങൾ വരുന്നോ ഇതിൻ്റെ ഓപ്പോസിറ്റ് സ്കെയിൽസിൽ നേരെ ഓപ്പോസിറ്റ് സ്വരസ്ഥാനങ്ങൾ. പെട്ടെന്ന് പറയുകയാണെങ്കിൽ മായാമളകളിലേക്ക് ഓപ്പോസിറ്റ് എന്താണ്? നിങ്ങൾ പെട്ടെന്ന് പന്തുരാണെന്ന് പറയും. അല്ല, മായാമളി ശുദ്ധരിഷമാണെങ്കിൽ ഇപ്പുറത്ത് ചൗശിഷവും. ഇവിടെ അന്തരഗാന്തരം, അവിടെ സാധാരണ ഗാന്തരം. ഇവിടെ ശുദ്ധമധ്യമാണെങ്കിൽ അവിടെ പ്രതിമധ്യമാണ്. എന്താണ്? ഹേമവതി. സോ അതാണ് ശരിക്കും ഓപ്പോസിറ്റ് സ്കെയിൽ എന്ന് പറയുന്നത്. നമ്മൾ മധ്യമം മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. അപ്പം എന്നിട്ട് അതിൻ്റെ ജന്യരാഗങ്ങൾ നോക്കണം. ഇപ്പം മായാമളകുള്ള ഒരു മേരുസമാനം പാടുന്നുണ്ടെങ്കിൽ ഹേമവതിയുടെ ജന്യരാഗങ്ങൾ ഏതാണെങ്കിലും പൊരുത്തമായിരിക്കും. ഭയങ്കര കോൺട്രാസ്റ്റ് ഇഫക്റ്റ് കൊടുക്കും. അല്ലെങ്കിൽ ഒരു സരസ്വതി സരിമ പദ നിധ ബമ രി സരിഗമ പദ നിധ ബമ ഗരി ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഓപ്പോസിറ്റ് സ്കെയിൽസ് എടുത്തിട്ട്, ഓപ്പോസിറ്റ് സ്വരസ്ഥാനങ്ങളുടെ സ്കെയിൽ എടുത്തിട്ട് അതിൻ്റെ ജന്യരാഗങ്ങളോ അല്ലെങ്കിൽ അതേ രാഗമോ അങ്ങനെ കൊടുക്കാം. അത് തന്നെ വേണമെന്നില്ല, അത് ഭയങ്കര കോൺട്രാസ്റ്റ് ആയിരിക്കും. അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം മാറ്റം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നിഷാദം ഒന്നായിപ്പോയി, അല്ലെങ്കിൽ ഗാന്ധാരം ഒന്നായിപ്പോയി എന്ന് വെച്ചാൽ കുഴപ്പമില്ല. ബാക്കിയുള്ള സ്വരങ്ങളൊക്കെ വ്യത്യസ്തമാണല്ലോ ആ രീതിയിൽ. സോ ഭൈരവി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പൂർവികല്യാണി, ഒരു പന്തുരാളി, വേറെന്തൊക്കെ വരും അതിനകത്ത്? ധർമ്മവതിക്ക് സാധാരണ ഗാന്ധാരമാണ്. ഓക്കെ. ലതാങ്കി നല്ല കറക്റ്റ്. ലതാങ്കി നല്ല കോൺട്രാസ്റ്റ് കിട്ടും ഭൈരവിക്ക്. കാരണം ഇവിടെ പൂർവാംഗവും കല്യാണിയാണ്, മുകളിൽ മായമളകളുടെ. സോ നല്ല ഇതുണ്ടാവും. സോ ഈ ഒരു മെയിൻ ആൻഡ് സബ് മെയിൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ. അതിൽ തന്നെ ഇത് രണ്ടു കള ചോദിക്കുകയാണെങ്കിൽ അവിടെയും ആദ്യതാളം ചൂസ് ചെയ്യാൻ പാടില്ല. അവിടെ ഒരു രൂപകാലമോ മിശ്ര ജാപ്പോ അങ്ങനെ എന്തെങ്കിലും.
ഒരു കണ്ടചാപ്പ് വേണ്ട. കണ്ടചാപ്പ് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു സ്പീഡ് കീർത്തനങ്ങൾ ഒരു മെയിനിന് മുമ്പായിട്ട് പാടുക, അല്ലെങ്കിൽ ഒരു സബ് മെയിനിന് മുമ്പായിട്ട് പാടുക. അങ്ങനെയുള്ളൊരു ഇതാണ് നമ്മൾ മോസ്റ്റ്ലി എല്ലാം ഫാസ്റ്റ് ടെമ്പോ കോമ്പിനേഷൻസ് ആയിരിക്കും. മിശ്ര ചാപ്പ് ആദ്യതാളം 2 കള കഴിഞ്ഞാൽ പിന്നെ ഒരു വെയിറ്റി താളം എന്ന് പറയുന്നത് മിശ്ര ചാപ്പാണ്. മിശ്ര ചാപ്പിൽ നമുക്ക് മെയിനായിട്ട് പാടുന്ന നന്നായിട്ട് പാടാൻ പറ്റും മെയിനായിട്ട്. പിന്നെ ഏതാണ് മിശ്ര ചാപ്പിലുള്ളത്? സോ താള വൈസ് കോൺട്രാസ്റ്റ് ഉണ്ടാവണം. അവിടെ 2 കള ചോക്കാണെങ്കിൽ ഇവിടെ രൂപകമോ മിശ്രജാപ്പോ ആ രീതി. മെയിൻ സബ് മെയിൻ ആയിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആദ്യം പ്ലാൻ ചെയ്യുന്ന ഒരു 2 hours കോൺസെർട്ടാണ്. കോൺസെർട്ട് നമ്മൾ 1 hour കോൺസെർട്ട് പ്ലാൻ ചെയ്യാം, 2 hour കോൺസെർട്ട് പ്ലാൻ ചെയ്യാം, 3 hour കോൺസെർട്ട്, 3.5 hour കോൺസെർട്ട്, പിന്നെ 3 ടൈപ്പായിട്ട് പ്ലാൻ ചെയ്യാം. 3.5 എന്ന് പറയുമ്പോൾ RTP കൂടെ ഉണ്ടാവണമെന്നില്ല. ഒരെണ്ണം മെയിനായിട്ട് 1.5 മണിക്കൂറും പാടി പോവാം. പക്ഷെ നമ്മളൊരു ആവറേജ് പ്ലാനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിനപ്പുറം ഇപ്പുറമൊക്കെ പോവാം. ഇതൊന്നും എഴുതി വെച്ചിട്ടുള്ള ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്നുള്ളതല്ല. കച്ചേരി സക്സസ്ഫുൾ ഔട്ട്കം ഉണ്ടാവണം. നമ്മുടെ റിസൾട്ട് കച്ചേരി ഒരു ഫുൾഫില്ലിങ് കോൺസെപ്റ്റ് ആയിരുന്നു എന്നുള്ള റിസൾട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ മെയിൻ സബ് മെയിൻ ആയി കഴിഞ്ഞാൽ ദ്രുതകാല കൃതികൾ തീർച്ചയായിട്ടും വേണം. അല്ലെങ്കിൽ കാരണം ഒരു സബ് മെയിൻ എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി ഒരു മീഡിയം സ്പീഡായിരിക്കും. മെയിൻ ഓൾവേസ് ചൗക്കം ആയിരിക്കും. സോ ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ ബിറ്റ്വീൻ ഒരു സ്പീഡ് കൃതി പ്ലാൻ ചെയ്യും. അത് മേ ബി ഒരു കള ആദ്യമാവാം, കണ്ടച്ചാപ്പാവാം. അപ്പം അങ്ങനെയുള്ള കൃതികൾ കുറേ നമ്മളുടെ റെപ്പർട്ടറി ഉണ്ടാവണം. കർപ്പക മനോഹര കതരുൾ കൃപകര, കർപ്പക മനോഹര കതരുൾ കൃപകര, കർപ്പക മനോഹര കതരുൾ കൃപകര, കർപ്പക മനോഹര. മലയാള മലയാളത്തിൽ ഭോഗീന്ദ്രശയിനം അത് കണ്ടചാപ്പ്. അതുമാതിരി കണ്ടചാപ്പിൽ തന്നെ കുറേ അധികം ചേർക്കുന്നുണ്ട്. ബലഹരിയിലൊക്കെ പരിധാനം വെച്ചത് എല്ലാം കുറേ ഉണ്ട്. നമുക്ക് അതൊക്കെ ഒരു ഫില്ലിംഗ് അപ്പായിട്ട് മെയിനിന് മുമ്പായിട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് വർണ്ണത്തിലേക്ക് വരാം. ഇപ്പോൾ മെയിനും സബ് മെയിനും അനുസരിച്ച് നമുക്ക് വർണ്ണം ചൂസ് ചെയ്യാം. ഇപ്പോൾ സപ്പോസ് തോടി മെയിൻ പാടുകയാണെങ്കിൽ പണ്ട് കാലത്ത് വർണ്ണം അതേ രാഗത്തിൽ ചൂസ് ചെയ്തിരുന്നു. കാരണം അന്ന് 4 മണിക്കൂർ 5 മണിക്കൂർ കച്ചേരിയൊക്കെയാണ്. അപ്പോൾ മെയിൻ അന്ന് എന്തായിരിക്കും എന്നുള്ളത്, പല്ലവിയോ അല്ലെങ്കിൽ കീർത്തനം മെയിൻ, അത് വർണ്ണം ആ രാഗത്തിൽ തന്നെ പാടും. അപ്പോൾ അന്നത്തെ മെയിൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും ഒരു സസ്പെൻസൊക്കെ മാറി കിട്ടി. പേരാനപ്പയ്യാണ് പാടുന്നതെങ്കിൽ അന്ന് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ തോടി കേൾക്കാം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ വരുന്ന ഓഡിയൻസിന് ഉണ്ടാകും. പിന്നീട് ആ ഒരു കോൺസെപ്റ്റ് മാറി. പിന്നെ അതേ രാഗത്തിൽ വർണ്ണം പാടുന്നുള്ള കോൺസെപ്റ്റ് പിന്നെ ഇല്ല. പിന്നെ അത് കോൺട്രാസ്റ്റ് ആയിട്ടൊരു രാഗം എടുക്കുക ചെയ്യാം. അത്രയായി വർണ്ണമായി. വർണ്ണം ഇപ്പോൾ ഇതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വർണ്ണം ചൂസ് ചെയ്യാം. അത് ട്രഡീഷണൽ വർണ്ണാസ് ഉണ്ട്. ഇപ്പോൾ മോഡേൺ കാലഘട്ടത്തിൽ ഒരുപാട് നല്ല നല്ല വർണ്ണങ്ങളുണ്ട്. പിന്നെ വർണ്ണങ്ങളൊക്കെ ചിത്രപ്പെടുത്തി അതൊക്കെ നമ്മൾ വേണം കച്ചേരിക്ക്. വൺസ് അക്കോമ്പനിമെൻറ്റ്സും ഒക്കെ ആയിട്ട് നമ്മൾ പ്ലാൻ ഉണ്ട് എങ്കിൽ അതൊക്കെ ചെയ്യാം. ഒരു വിദ്വത്സവത്തിന് മുമ്പിൽ ചെയ്യാം. അതൊരു ടെമ്പിൾ കോൺസെർട്ടിൽ പോയി അത് ആവശ്യമില്ല അല്ലേ. കാരണം ഒരു പ്രാവശ്യം പാടിയാലും രണ്ടാമതും വാതാപി പാടുമെന്ന് പറയുന്ന ഒരു ഓഡിയൻസിന് മുമ്പിൽ പോയിട്ട് വർണ്ണം അല്ലേ, അടുത്താള വർണ്ണം 3 കാലവും തിസ്രമൊന്നും പാടേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് കേൾക്കേണ്ട അത് വളരെ വലിയൊരു പ്ലാനിങ് ആണ്. ഒരു ടെമ്പിൾ കോൺസെർട്ട് എങ്ങനെ പ്ലാൻ ചെയ്യണം, ഒരു സഭാ കച്ചേരി എങ്ങനെ പ്ലാൻ ചെയ്യണം, ഒരു മ്യൂസിക് കോളേജിൽ പോയിട്ട് എങ്ങനെ കച്ചേരി പ്ലാൻ ചെയ്യണം, ഓഡിയൻസിനനുസരിച്ച് ഓൺ ദ സ്പോട്ട് പ്ലാൻ മാറ്റണം.
ഇപ്പോൾ നമ്മളൊരു സ്കോളർലി ആയിട്ടുള്ള ഐറ്റംസ് പാടുമ്പോൾ ഓഡിയൻസിൻ്റെ പൾസ് അറിയണമെന്നാണ്. അപ്പോൾ ഇന്ന് 2 കീർത്തനം പാടി കഴിയുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ പ്ലാൻ ഇവിടെ ഏക്കുമോ എന്നുള്ളത് നമുക്ക് 2 കൃതി കഴിയുമ്പോഴത്തേക്കും ആർട്ടിസ്റ്റിന് മനസ്സിലാവും. അപ്പം പാറ്റേൺ മാറ്റുക, അത് മാറും, അവരുടെ ഇത് മാറും. നമ്മൾ വലിയ സ്കോളർലി ആയിട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബ്രോച്ചെ വേറെ ഒരു എവരൊരു പാടി കഴിയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഒരു നഗമോ മെയിൻ പാടിക്കഴിഞ്ഞാൽ അന്ന് വേറെ പൾസ് മാറി, അവരുടെ മുഖമൊക്കെ തെളിഞ്ഞു എന്ന് കേൾക്കുന്ന കീർത്തനമാണ്. എന്നാലും ഒരു സന്തോഷം അത് കേൾക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ നമുക്ക് ഓഡിയൻസിനനുസരിച്ച് പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ വേറൊരു സക്സസ്ഫുൾ സ്റ്റെപ്പാണത്. ഇപ്പോൾ എഗെയിൻ നമുക്കൊരു 2.5 മണിക്കൂർ കച്ചേരി പ്ലാൻ ചെയ്യുമ്പോൾ സബ്മൈൻ ഒരു പൂർവികലാണ്ടിൽ ഒരു ആനന്ദ നടമാടുവാർത്തില്ലേ, അല്ലെങ്കിൽ ഒരു നിന്നു വിനാക, അങ്ങനെ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യുന്നു. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഒരു കീർത്തനം മാത്രമായിട്ട് പറ്റുന്ന ഒരു റെയർ രാഗം സ്വരമൊന്നും വേണമെന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ മഹാവാഗ്ഗേയകാരന്മാർ അങ്ങനെ ഒരുപാട് കീർത്തനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. റെയർ ആരോഹണം അവരോഹണം, റെയർ രാഗങ്ങളിൽ. ഫോർ എക്സാമ്പിൾ വേഗവാഹിനി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമ്മുടെ ചക്രവാളത്തിന് പാരലായിട്ടുള്ളൊരു സ്കെയിലാണ്. പക്ഷേ സമഗമ മധ്യമത്തിൽ അഴുത്തമുണ്ട്. സമഗമ പദനി സനിധ പമഗമ ഗരീസ. നമ്മൾ ചക്രവാളത്തിൽ മധ്യമത്തിന് അഴുത്തമില്ല. സരിഗമ പദനി സനിധ പമഗരീസ എന്ന് പാടുന്നുള്ളൂ. ഇവിടെ പമഗമ ശങ്കരാഭരണമായിരിക്കും ചില പോർഷനൊക്കെ ഉണ്ടാകും. വീണ പുസ്തക ധാരിണി. ഇതൊരു ദീക്ഷിതരുടെ നല്ല ഹെവി ആയിട്ടുള്ള കീർത്തനമാണ് വേഗവാഹിനിയിൽ. അങ്ങനെ അനേകം കീർത്തനങ്ങളുണ്ട്. അതുകൂടാതെ നവാവരണ കീർത്തനങ്ങളുണ്ട്. സോ സ്കോളർലി ആയിട്ട് ഒരു കോമ്പോസിഷൻ എടുത്ത് പാടുകയാണെങ്കിൽ അതിനൊരു നിറവ് കിട്ടും. ഖണ്ഡ ഒരു റെയർ രാഗമാണ്. ഖണ്ഡ ആവരണം ഒന്ന് ഫസ്റ്റ് പല്ലവി എന്ന് തുടങ്ങി കാണിക്കും. ശ്രീ കമലാംബികേ ശ്രീ കമലാംബികേ ശിവേ കരധൃത. അങ്ങനെ മാറി. അതിനകത്തൊരു ധന്യാസി ഉള്ളൊരു ഇതുണ്ടാവും, ഒരു ഭൈരവി ഉണ്ടാവും, ഒരു കലർന്ന രാഗമാണ്. ഖണ്ഡയ്ക്കെന്ന് പറഞ്ഞൊരു തനിയൊരു ഇതല്ല. പക്ഷെ അതിനകത്ത് ഇത് പക്ഷേ അത് എല്ലാം കൂടെ ചേർന്നിട്ടൊരു കളറുണ്ട് താനും. ഖണ്ഡയിൽ RTP ഒക്കെ പഠിക്കുന്നുണ്ട് ചില ആൾക്കാർ. സോ അത് സ്കോളർലി രാഗാസ്. ഇതൊക്കെ ഒരു പുന്നാക ഒരാളി കീർത്തനം, ഇതൊക്കെ നമുക്ക് മെയിനായിട്ടോ പാടാൻ പറ്റില്ല കനകശൈല. അങ്ങനെ മഹാഭാഗ്യകാരന്മാർ ഇഷ്ടംപോലെ നല്ല സ്കോളർലി ആയിട്ടുള്ള രാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. ദേവി ബ്രവ സമീപത്തെ ദേവി ബ്രവ സമയമിതേ അതിവേഗമേവശി നാവിദലു ദീർച്ചി കരുണ്യം പവേശം കരീ. കാമാക്ഷിയുടെ മേലെ ശ്യാമശാസ്ത്രിയുടെ ചിന്താമണി രാഗം. അതിനകത്ത് ഈ ഒരു കീർത്തനെ കേട്ടുള്ളൂ ഇതുവരെ. രാഗം ചിന്താമണി ഒരു ഭൈരവി രാഗത്തിൻ്റെ പ്രതിമധ്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം.
സോ അങ്ങനെയുള്ള റെയർ സ്കെയിൽസ്, റെയർ രാഗങ്ങളിൽ എത്രയോ വെയിറ്റി ആയിട്ടുള്ള കീർത്തനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമ്മളൊരു കച്ചേരിയിൽ ഇൻട്രൊഡ്യൂസ് കഴിഞ്ഞാൽ ആ കച്ചേരിക്ക് ഒരു പുതിയ കോൺട്രിബ്യൂഷൻ പോലെ, എന്നും പാടുന്ന കീർത്തനം അല്ലാണ്ട് ഒരു റെയർ കൃതി, ഒരു റെയർ രാഗം. വിവാദി രാഗങ്ങൾ തന്നെ ദീക്ഷിതർ ധാരാളം കീർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. വിവാദിയില്ല കോട്ടീശ്വരർ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ, പക്ഷെ അദ്ദേഹത്തിൻ്റെ സമ്പ്രദായം ഇത്തിരി വ്യത്യസ്തമാണെന്നുള്ളൂ. കോട്ടീശ്വരർ സമ്പൂർണ്ണ ആരോപണത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ദീക്ഷിതരെടുത്ത് கொஞ்சம் അസമ്പൂർണ്ണ മേള പദ്ധതിയിൽ ഇഷ്ടംപോലെ വിവാദീസ് ഉണ്ട്. കലാവതി പഠിച്ചിട്ടില്ലേ? കലാവതി കമലാസന യുവതി കലാവതി കമലാസന പദസനി സുധനിഷാദം കലാവതി കമലാസന യുവതി കല്യാണം കലയതു സരസ്വതി കലവതി. ഇത് അധികം കേട്ടിട്ടുണ്ടാവില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ്. അപ്പോൾ അധികം കേട്ടിട്ടില്ലാത്ത ഇങ്ങനെയുള്ള കീർത്തനങ്ങൾ ഒരെണ്ണം കച്ചേരി അന്നത്തെ ദിവസം മുഴുവൻ പാടിക്കൊണ്ടിരുന്ന എല്ലാവരും എണീറ്റ് പോകും. ഒരെണ്ണം മതി. അത് പാടിക്കഴിഞ്ഞാൽ അതിനൊരു മാർക്കുണ്ട്, അതിനൊരു പോയിൻറ്റ്സ്, ക്രെഡിറ്റ് പോയിൻറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ അതുമാതിരി ക്രെഡിറ്റ് പോയിൻറ്റ്സ് കിട്ടും കച്ചേരിയുടെ. സോ അതേതെങ്കിലും ഒന്ന് അങ്ങനെയായിരിക്കും. പിന്നെ രക്തിയിൽ ഏതെങ്കിലും ഒരെണ്ണം പാടണം. ഇപ്പോൾ രീതിക്കുള്ള ഈ സഹാന പോലെ ഏതെങ്കിലും ഒരെണ്ണം പാടിയാൽ അതിനൊരു സൗഖ്യമുണ്ട്. ചിത്തമരങ്കാതനെയാണ് പഠിച്ചത്. ചിത്തമരങ്കാതന ധാരാളം ഇപ്പോൾ നവാർണത്തിൽ തന്നെയുണ്ട്. ശ്രീ കമലംബിക സുധിതായ ഭക്തിയോ കരോമി ശ്രീ കമലംബിക. അത് സഹാനയിലെ സർവരോഗഹര ചക്ര കീർത്തനമാണ്. സോ അതിന് മന്ത്രസിദ്ധിയുള്ള കീർത്തനങ്ങളാണ്. സോ ഇതൊക്കെ നമ്മളൊരു ജനറൽ ഓഡിയൻസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും, സ്കോളർലി മാത്രമല്ല. പിന്നെ എല്ലാം സ്കോളർലി ആയിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ കാര്യം അത് ഹെവി ആയിപ്പോകും, ഡൈജസ്റ്റ് ആവില്ല. സോ എല്ലാവർക്കും അറിയാവുന്നവർ രണ്ട് കീർത്തനങ്ങളെങ്കിലും നമ്മളെ കച്ചേരി പാടിയിരിക്കണം. ഒരു നീതേരഥ എല്ലാവർക്കും അറിയാവുന്ന കീർത്തനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഒരു ബ്രോച്ചെ വരോറ ആൾ കേട്ട് പഴക്കമുള്ള രണ്ടെണ്ണങ്ങൾ പാടിക്കഴിഞ്ഞാൽ ഈ സ്കോളർലി ഓഡിയൻസിനും അക്സെപ്റ്റബിളാണ്, ജനറൽ ഓഡിയൻസിനും അക്സെപ്റ്റബിളാണ്. ഓക്കെ. പിന്നെ കണക്ക് സമാചാരങ്ങൾ, എല്ലാ കീർത്തനങ്ങൾക്കും കൽപ്പനസ്ഥലത്തിൽ പോയിട്ട് കണക്കിൻ്റെ മേൽ കണക്കെന്ന് പറയുമ്പോൾ ഒരു ഇൻ്റലക്ച്വൽ ആസ് നോട്ട് ഈസ്തെറ്റിക്കലായിട്ട് കണക്കിനെ പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ മാത്സ് ഒന്നും ഇല്ലെങ്കിലും പാടാം. ഇപ്പോൾ കണക്കുകളൊന്നും ഇല്ലാതെ ഒരു കച്ചേരി വളരെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാം. ആ കണക്കിനെ തന്നെ ഒരു പൊരുത്തം മെത്തേഡിൽ, പൊരുത്തം എന്ന് പറയുമ്പോൾ എന്താ അറിയോ? പൊരുത്തം എന്ന് പറയുന്നൊരു മാത്തമാറ്റിക്കൽ ആസ്പെക്ട് തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി ഈസ്തെറ്റിക്കലായിരിക്കും അത്. ഇപ്പോൾ സദാചലേശ്വരം ഭാവയേ, തുടക്കം തന്നെ സ്വരാക്ഷരമാണ് അല്ലേ? സദാചലേശ്വരം അതല്ല, അതിൻ്റെ പാറ്റേൺ നോക്കൂ. 2-4 ആണ്. സദാചലേശ്വരം ദപദഗ
പഗ പരി ഗ പഗ പരി ഗദ പദ ഗ പസദ ചലേ. ഇങ്ങനെ അതൊരു സീക്വൻസ്. പഗ ദബ ഗ ദപ സദപ സദ ചലേ. സോ അങ്ങനെ നമുക്ക് ഇപ്പോൾ സമയമോജുജിത് പുവരവരോ സമയമോജു ആ ഭോഗില് ദശദ മദമ സമയമോജു ദശദ മദമ സമയമോജു. ഇത് ഇങ്ങനെയുള്ള പാറ്റേണാണ് പൊരുത്തം എന്ന് പറയുന്നത്. സദ കർപ്പക കർപ്പക മനോഹര അത് സ്വരാക്ഷരം. കർപ്പക 212 ദനിദ 212 പദപ 212 കർപ്പക 212 നിദ നിദ ദപ ദപ പകർപ്പക മനോ അങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ നിദ നിദ ദപ ദപ പക പക അതിൽ ലാസ്റ്റ് ഗപക കർപ്പക മനോഹരാണ്. നിദ നിദ ദപ ദപ പകർപ്പക മനോ കർപ്പക മനോഹര 3 തള്ളിയിട്ടാണ്. കർപ്പക മനോഹര നിദ നിദ ദപ ദപ പകർപ്പക മനോഹര. എന്നിട്ട് ഇതിനെ എങ്ങനെയാണ് മാറ്റാം? ഗപ നിദ നിദ രിഗ ദപ ദപ സരി സരി പകർപ്പക. ഗപ നിദ നിദ രിഗ ദപ ദപ സരി പകർപ്പക മനോഹര. ഇപ്പം നമ്മൾ ആലോചിച്ച് തീരുമാനിക്കുന്നതാണ് എവിടെ തുടങ്ങണം എന്നുള്ളത് അല്ലേ. സോ ഗപ നിദ നിദ രിഗ ദപ ദപ സരി പകർപ്പക മനോഹര. ഇങ്ങനെ ഭംഗിയായിട്ട് പൊരുത്തം മെത്തേഡിൽ കൽപ്പനസ്വരം പാടുക. ഇതിൽ മാത്സ് വേണം. നല്ല പോലെ മാത്സ് അറിഞ്ഞില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊക്കെ നമ്മൾ മനസ്സിൽ ഓർത്ത് വയ്ക്കാൻ പറ്റില്ല. സ്പോട്ടിൽ ക്രിയേറ്റ് ചെയ്യണം. സ്പോട്ടിൽ ഓർമ്മ വന്നിട്ട് പാടണം. കോർവ ഒരു കോർവ ഭംഗിയായിട്ടൊരു കോർവ പാടാം. പക്ഷെ എന്താ ആദ്യത്തെ എല്ലാ കീർത്തനങ്ങൾക്കും മാത്സ് പാടിക്കഴിഞ്ഞാൽ ഈവൻ സ്കോളർലി പീപ്പിളിന് തന്നെ കുറച്ച് ബോറാകും. ഓക്കെ, മെയിൻ കഴിഞ്ഞിട്ട് പോസ്റ്റ് മെയിൻ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു 45 മിനിറ്റ്സ് എങ്കിലും അതിന് മാറ്റി വയ്ക്കണം. എനിക്കിതുവരെ പറ്റിയിട്ടില്ല. ഞാൻ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. 45 മിനിറ്റ്സ് ലാസ്റ്റിൽ വേണമെന്നൊക്കെ വിചാരിച്ചാൽ കച്ചേരി തുടങ്ങുക. അപ്പോൾ അവസാനം 10 മിനിറ്റ് കിട്ടും. അപ്പോൾ അത് വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും എൻജോയ് ചെയ്യുന്നൊരു സെഗ്മെൻറ്റാണ് ഈ പോസ്റ്റ് തനി സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എന്ത് വേണം നമ്മൾ അതുവരെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡൊക്കെ മാറ്റി വെച്ച് നമുക്ക് ഇഷ്ടം പോലെ പാടാം. അഭംഗാവം, തിരുപ്പുകൾ, തില്ലാന, മോഡേൺ തില്ലാന ഉണ്ട്. ഇഷ്ടംപോലെ ലാഗ്രോ സാറിനൊക്കെ പറഞ്ഞ നല്ല ഭംഗിയുള്ള തില്ലാനൊക്കെ ഉണ്ട്. സോ അങ്ങനെ നമുക്ക് എന്ത് വേണേൽ നമുക്ക് സ്വതന്ത്രമായിട്ട് പാടാം. ആ ഒരു അപ് ടു തനിയാവർത്തനം, അപ് ടു മെയിൻ കമ്പോസിഷൻ നമ്മൾ വളരെ പ്ലാൻ ചെയ്ത് തന്നെ കൊടുക്കണം. വെൽ പ്ലാനിങ് വേണം കച്ചേരിക്ക്. പ്ലാനിങ്ങേ ഇല്ലാതെ വന്നിരുന്ന് കച്ചേരി പാടാൻ പാടില്ല. എല്ലാം പ്ലാൻ ചെയ്താലും സപ്പോസ് നമുക്ക് ഉദ്ദേശിച്ച മാതിരി സക്സസ്ഫുൾ ആവണമെന്നില്ല. കാരണം മൈക്ക് ശരിയാവണം, എല്ലാം ശരിയാവണം. പക്ഷെ എന്നാലും വി ഷുഡ് ഹാവ് എ ക്ലിയർ കട്ട് കോൺക്രീറ്റ് പ്ലാൻ ഫോർ ഈച്ച് ആൻഡ് എവറി കോൺസെപ്റ്റ്. ഓക്കെ, സോ അതിനുശേഷം വരുന്നത് നമുക്ക് തില്ലാന, തിരുപ്പുകൾ, തിരുപ്പാവൈ, ഈ വിരുത്തംസ് ഒക്കെ വളരെ എൻ്റർടൈൻ ചെയ്യുന്നൊരു പാട്ടാണ്. ഡിഫറെൻറ്റ് രാഗമാലികകൾ. സോ ഇതൊരു ജനറൽ ആയിട്ടൊരു പ്ലാൻ. ഇതിന് ശേഷം മെയിനിന് ശേഷം RTP വയ്ക്കാം. അത് സിമ്പിൾ പല്ലവി പ്ലാൻ ചെയ്യാം, വളരെ കോംപ്ലക്സ് പല്ലവി. ഇപ്പോൾ പല്ലവി ദർബാർ പോലെയുള്ള സ്ഥലത്ത് മാക്സിമം കോംപ്ലക്സ് ആയിട്ടുള്ള പല്ലവികൾ ചൂസ് ചെയ്ത് പാടണം. വേറാസ് ഇവിടെ ഈവൻ ക്ഷേത്ര കച്ചേരികൾ പോലെ നമുക്ക് പല്ലവി പാടാം. സിമ്പിളായിട്ട് രാഗം എടുത്തിട്ട് വളരെ സിമ്പിൾ സ്ട്രക്ചറിൽ.
വളരെ തമാശ രീതിയിലൊക്കെ പല്ലവികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അത് ലൈറ്റ് രാഗങ്ങളിൽ പോലും പല ഇപ്പം മെയിനായിട്ടൊരു ഒരു ശങ്കരാഭരണമോ ഒരു കാമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വളരെ വെയിറ്റ് ആയിട്ടുള്ള രാഗം RTP എടുക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് രാഗത്തിൽ ഈവൺ ഹിന്ദുസ്ഥാനി പോലെ രാഗം ഇപ്പോൾ കപാലിനി ത്രിശൂലിനി അരുൾ സിന്ധും ഭൈരവി, അരുൾ സിന്ധും ഭൈരവി, അപ്പം അതിന് സിന്ധു ഭൈരവി രാഗം വന്നു. പാലിനി കപാലിനി ത്രിശൂലിനി അരുൾ സിന്ധു ഭൈരവി, പാലിനി കപാലിനി ത്രിശൂലിനി അരുൾ സിന്ധു ഭൈരവി. അരുൾ സിന്ധും ഭൈരവി, അരുൾ സിന്ധു എന്ന് പറഞ്ഞാൽ അരുൾ സിന്ധു എന്ന് പറയുമ്പോൾ ഷവറിങ്. യുവർ ബ്ലെസ്സിങ് ഈസ് ലൈക്ക് എ ഷവറിങ്. അതാണ് അരുൾ സിന്ധും ഭൈരവി. സോ അങ്ങനെയുള്ള ലൈറ്റ് രാഗങ്ങളിലൊക്കെ പല ഇവിടെ ഈവൻ നമ്മൾ ടെമ്പിൾ കോൺസേർട്സിലൂടെ പല എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം രാഗം ഈസ് ക്യാച്ചി. സോ ഇങ്ങനെ സക്സസ്ഫുള്ളായിട്ടൊരു കച്ചേരി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് ഓരോ കച്ചേരിയും നമുക്കൊരു എക്സാമിനേഷൻ ആയിരിക്കും. കാഷ്വലായിട്ട് പോയിരുന്ന് പാടുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സ്റ്റുഡൻസ്. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമ്മളുടെ സ്റ്റൈൽ ഓഫ് സിംഗിങ്. അത് ബാണി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മളുടെ സ്റ്റൈൽ എല്ലാവരും ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ കടന്നു വരും. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു മ്യൂസിഷ്യൻ ഉണ്ടാവും, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആറ്റിറ്റ്യൂഡ്സ് ഉള്ള മ്യൂസിഷ്യൻസ് ഉണ്ടാവും. അതിനെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാം. എല്ലാവർക്കും ഉണ്ടാവും അത്. ആ ഒരു നമ്മുടെ ചെറുപ്പകാലഘട്ടത്തിൽ നല്ല ഗുരു ആയിരിക്കും, നല്ല ടീച്ചറായിരിക്കും. എന്നാലും നമ്മളൊരു വേറൊരു ഒരു ഫാൻറ്റസി വേൾഡിലായിരിക്കും നമ്മൾ ആ ഒരു മ്യൂസിഷ്യനെ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാം. ആ ഒരു ഇമിറ്റേഷൻ മാക്സിമം അവോയ്ഡ് ചെയ്യണം. കാരണം ഇതേ അഡ്വൈസ് കേട്ടാണ് ഞങ്ങളൊക്കെ വളർന്നത്. ചെറുപ്പകാലഘട്ടത്തിൽ നമ്മൾ ചില മ്യൂസീഷ്യൻസിനെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നീട് അതിൽ നിന്ന് പതുക്കെ സ്വയം മാറും. കുറേ പേര് ചീത്തവിളി കേട്ടുമ്പോൾ നമ്മൾ തന്നെ സ്വയം മാറുമല്ലോ. വേണ്ട, ഇതെന്തിനാ, നിങ്ങൾക്ക് നല്ല ജ്ഞാനമില്ലേ, നിങ്ങളുടെ സ്വയം ബാണിയിൽ പാടും, എന്തിനാ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്? അങ്ങനെ കേട്ട് നമ്മൾ തന്നെ മാറും. അപ്പോൾ നമ്മൾ നിങ്ങളോട് എന്താ പറയുക വെച്ചാൽ, നിങ്ങൾ യങ്സ്റ്റേഴ്സ് കച്ചേരി പാടുന്നവർ കഴിവതും ഒരു പർട്ടിക്കുലർ ബാണി മാത്രം കേൾക്കാൻ പാടില്ല. കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. നിങ്ങൾ ഒരു നല്ല പാടമുള്ളൊരു എല്ലാവരുടെയും കേൾക്കണ്ടെന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. എല്ലാവരുടെയും മിക്സ് ചെയ്ത് കേൾക്കണം. എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും ഇഷ്ടംപോലെ പേര് പാടുന്നുണ്ടല്ലോ, യൂട്യൂബിൽ തൊട്ടാൽ തന്നെ കിട്ടില്ല. അപ്പോൾ എല്ലാവരുടെയും കേൾക്കുമ്പോൾ ഇപ്പോൾ GNB എന്ന് പറയുമ്പോൾ GNBയെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്ത ചില ആർട്ടിസ്റ്റുണ്ട്. ശ്രീരാം ഗംഗാധരൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാലഘട്ടത്തിലോ അങ്ങനെ GNB ആണോ എന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ അത് എവിടെ പോയെന്നറിയില്ല, ഇപ്പോൾ എവിടെ എന്ത് ചെയ്യുന്ന പോലും അറിയില്ല. അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ വാനിഷ് ആയിട്ടുണ്ട്, ബ്ലൈൻഡായിട്ട് അവരുടെ സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത്. മധുരമണി സാറിനെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്തിട്ടുള്ള ദേശികൻ ഒക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ സാറിനൊക്കെ ഓർമ്മയുണ്ടാവും ദേശികൻ്റെ ഒക്കെ ശരി കേട്ടാൽ. മധുരമണി സാറിന് ജനങ്ങൾ എന്ന് പറയുമ്പോൾ സമുദ്രമായിരിക്കും മുമ്പിൽ. കാരണം അദ്ദേഹം ആ സമയത്ത് അങ്ങനെ ഒരു ശൈലി ക്രിയേറ്റ് ചെയ്ത് മുമ്പിൽ വന്ന ആളാണ്. അവരുടെയൊക്കെ ശാരീരത്തിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് അവർ ബാണി ഫോം ചെയ്തു. ഇപ്പോൾ സ്പീഡ് വരാത്ത ഒരാൾ സ്പീഡിന് വേണ്ടി കിടന്ന് തലകുത്തി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. MDR അദ്ദേഹത്തിൻ്റെതായ ഒരു ഫോം ചെയ്തില്ലേ? ഒരു 6.5 കെട്ടയ്ക്ക് സൗഖ്യമായിട്ട് ചൗക്കം പാടിയിട്ട് അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചില്ലേ? ഹിസ്റ്ററിയിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടല്ലോ MDR. കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ വോയിസിൻ്റെ സ്ട്രക്ചർ എന്താണെന്നറിയാം, അദ്ദേഹത്തിൻ്റെ വോയിസിൻ്റെ സ്ട്രെങ്ത് എന്താണെന്നറിയാം. ബേസാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത്. അവിടെ പോയിട്ട് 2 കെട്ട വെച്ചിട്ട് കത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം 6.5 കെട്ട ചൂസ് ചെയ്തു. ആ സമയത്ത് 2 കെട്ട വെച്ച് GNBയും
എല്ലാവരും ഇങ്ങനെ കൊടുങ്കാറ്റ് പോലെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം 6 കെട്ട് വെച്ച് സൗഖ്യമായിട്ട് ബേസിൽ സുഖമായിട്ട് പാടിയത്. ആ ഒരു ധൈര്യം, എല്ലാവരെയും പോലെ അവരെ പോലെ ഞാനും പാടണം, അവരെ പോലെ സ്പീഡ് എനിക്കും പാടണം. നമ്മുടെ വോയിസിന് ഒരു നാച്ചുറലായിട്ടൊരു കപ്പാസിറ്റി ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വോയിസിൻ്റെ പ്ലസ് ആൻഡ് മൈനസ് മനസ്സിലാക്കണം. അതനുസരിച്ച് ആയിരിക്കണം നമ്മളുടെ ഒരു ബാണി ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആരെ ഇമിറ്റേറ്റ് ചെയ്യേണ്ട, നമുക്ക് നമ്മുടെ വോയിസിന് എങ്ങനെ വരുന്നോ അത് പാടാം. അങ്ങനെ പാടി വരുമ്പോൾ നമ്മുടേതായ ശൈലി ക്രിയേറ്റ് ആവും. ഇപ്പോൾ ചില ഗുരുക്കന്മാരുടെ ശിഷ്യന്മാർ നാച്ചുറലി അവരുടെ കൂടെ തന്നെ ഇരിക്കുമ്പോൾ അവരുടെ ആ ശൈലി വരും. അവർ പോലും ആ ശൈലി പിന്നീട് മാറ്റും. ഇപ്പം ശേഷഗോപാൽ സാറിൻ്റെ മകൻ ശേഷഗോപാൽ സാറിനെ പോലെ തന്നെ പാടുന്നുണ്ട്, TNS കൃഷ്ണ. പക്ഷെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് കുറച്ച് മാറ്റണമെന്ന്. എന്നാലേ ഇൻഡിവിജ്വൽ ബാണി ക്രിയേറ്റ് ചെയ്യും. സ്വന്തം പുത്രനാണെങ്കിലും ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവണം. സോ അങ്ങനെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവുന്ന ആ ഒരു ബാണി ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു, പിന്നെ എന്താ പറയുക, ഒരു ഗുരു വന്നിട്ട് ഗുരുവിന് ചിലപ്പോൾ ആ പ്രൊണൗൺസിയേഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. എന്നൊക്കെ പാടും മധുരമണി സാർ. അത് നമ്മളെന്തിനാണ് പാടുന്നത്? നമുക്ക് തതിരുന്നത് പാടാമല്ലോ. നമുക്ക് ആ അദ്ദേഹത്തിന് ചിലപ്പോൾ ആ ഒരു പ്രൊണൗൺസിയേഷൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും അങ്ങനെ സിലബിൾസൊക്കെ കയറി വരുന്നത്. GNB സാറിൻ്റെ മൃഗ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ പോയാൽ മഹാകഷ്ടമാണ്. എന്തിനാ പോകുന്നത്? അത് കേട്ടിട്ട് അദ്ദേഹം എത്രയോ പുതിയ രാഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയോ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷൻസ് എത്രയോ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള പ്ലസ് പോയിൻറ്റ്സ് എടുത്തിട്ട് നമ്മൾ പാടാം. ബാലമുരളി സാറിൻ്റെ വോയിസ് കൾച്ചർ അദ്ദേഹത്തിന് മാത്രമേ പറ്റുള്ളൂ. അദ്ദേഹത്തിന് 3 സ്ഥായി പാടുന്നവർ വേറെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ ഇന്നുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ അവരവരുടേതായ ഇൻഡിവിജ്വൽ അസറ്റ്സ് ആണ് അതൊക്കെ. സോ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ രീതിയിൽ, നമ്മുടേതായ രീതിയിൽ നമ്മുടെ വോയിസിൻ്റെ എല്ലാ പ്ലസ് ആൻഡ് മൈനസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു ശൈലി രൂപപ്പെടുത്തിയെടുക്കണം. സ്വന്തമായിട്ടൊരു ശൈലി ഉണ്ടെങ്കിലേ ലോങ് റൺ ആവുള്ളൂ, സംശയമില്ല. അപ്പോൾ ജനറലായിട്ടൊരു കച്ചേരി പദ്ധതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എൻജോയബിൾ ആയിരുന്നെങ്കിൽ ഒരു റെസ്പോൺസ്. നമ്മുടെ നെക്സ്റ്റ് സെഗ്മെൻറ്റിലേക്ക് പോവാം. വർണ്ണത്തിൻ്റെ ഉത്തരാംഗം. പല്ലവിനെ പല്ലവിച്ചിട്ട് സർവ്വപ്രാസം പാടാമോ? തരുണയൻ തായേ ഉന്തൽ തിരുപദം തഞ്ചോയൽ ദേവേ ദയാപരിയേ തരുണയൻ തായേ ഉന്തൽ തിരുപദം തഞ്ചോയൽ ദയാപരിയേ അരുൾ തുണை നീയൽ ദീവേ രേവരുൾഗാം പരിൽ ദരുള ഇന്നു താമദമേനോ അരുൾ തുണை നീയൽ ദീവേ രേവരുൾഗാം
ഇൽനോ താമദമേനോ പദസ പദമദ പമഗരി സരി മപ സരി മപ മദ സരി മഗരി സരി ദസ മദരി സദ പദ മപ ദവ മഗരി സരി ദരുണം യൽതയേ Okay. Madasadava Magagarisa Madasadava Magagarisa Rigari Saridasa Ridadabama Madasadava Magagari Sarigari Gari Sarigari Sarida Sarida Dava Madasadava Magagari Sarigari Sarida Sarida Dava Madasadava സായ്ക്ക് കാറുണ്ട് സരിത സരിത ദപമ മായ്ക്ക് 3 കാറുണ്ട് മദസദവ മഗഗരി സരി ഗരി സരിദസ മദസ അൽസേർ ദബ ദബ മഗഗരി സ യേനവ അൽസേലനവ റയോ റിഗരി സരിദസ അങ്കയർ കർണിമാരിദദപമ കർണിയൽ ചേലനവരയോ അങ്കയർ കർണിയൽ ചേലനവരയോ അങ്കയർ മഗരി 6 4 4 മഗരി ദസ 3 3 ദസ താഴെ ദസ മുകളിൽ ദസ 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 പദ
கணி தச தச பதயல் சேலனவரயோ கணி தச தச பதயல் சேலனவரயோ மதபதமபமா மகரி ரே பம பதசதபமா தசனிதபயம் ஜேலனவரயோ அங்கய மதபதமபம மகரி ரே பம பம பதசதபம தசனிதபயம் மதபதமபம மகரி ரே பம பதசதபம தசனிதபயம் மதபதமபம மகரி ரே பம பதசதபம தசனிதபயம் சேலனவரயோ. First one மகரி தச தச பதயல் சேலனவரயோ மதபதமபம மகரி ரே பம பதசதபம தபதமப சதபம தபதமப சதபம மகரி சதசரி தபதமப சதபம மகரி சதசரி എവിടെയൊക്കെ ഹൈഫൺ ഇട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഡിഫറൻഷിയേഷൻ ആ സെഗ്മെന്റ് മാറ്റി പാടണം, എടുത്ത് തന്നെ പാടണം. ദപദമപ സദപമ മഗരി സദസരി ദപദ മദരി രിസ ദപദ മദരി രിസ ദസരി പാപ മഗരി. So 3 + 5 3 + 5 ആയിട്ടാണ്. ദപദ മപ സദപ മഗരി സദസരി ദപദ മദരി രിസ ധസരി പമ മഗരി സദസരി ഗസരി ധരി സദപ എല്ലാം 5 5 5 5 5 5 സരി ഗസരി
ധരി സദപ മപദ മപ റിപ മഗരി സരി ഗ സരി സരി ദപ. ആ സദ കഴിഞ്ഞാൽ പിന്നെ മുതൽ എല്ലാം 5ന്റെ സീക്വൻസ് ആണ്. ദപ ദമ പ സദ പ മ മഗരി സദ സരി ദപ ദമ ദരി രി സദ സരി പ മ മഗരി സദ സരി ഗ സരി ധരി സദ പ മ പദ മ പരി പ മഗരി സരി ഗ സരി ദ സരി ദ പ. ആ സരി ഗ സരി മുതൽ പാടും. ദപ ദമ പ സദ പ മ മഗരി സദ സരി ദപ ദമ ദരി രി സദ സരി പ മ മഗരി സദ സരി ഗ സരി ധരി സദ പ മ പദ മ പ രി പ മഗരി സരി ഗ സരി ദ സരി ദ പ. ഫുള്ളായിട്ട് പാടും. ദപ ദമ പ സദ പ മ മഗരി സദ സരി ഗപ ദമ ദരി രി സദ സരി പ മ മഗരി സദ സരി ഗ സരി ധരി സദ പ മ പദ മ പ രി പ മഗരി സരി ഗ സരി ദ സരി ദ പ. ദപ ദമ പ ഒന്നാമത്തെ സ്വരം പാടും. മഗരി ദസ ധസ പദ ചേലന വരയോ. ഒന്നാമത്തെ നൂറ് പടികൾ ഒന്നാമത്തെ 2 പ്രാവശ്യം, രണ്ടാമത്തെ 2 പ്രാവശ്യം, മൂന്നാമത്തെ 2 പ്രാവശ്യം. മദ പദ മ പ മ മഗരി രി പ മ Sari
സദപമഗരി സരിത സരേ മപദ സദപമഗരി സരിത സരേ മപദ സദപമഗരി സദപമഗരി ഗരി സരിത സദപമഗരി സരിത സരി മപദ സദപമഗരി സരിത സരി മപദ സദപമഗരി സരിത സരി മപദ സദപമഗരി സരിത സരി മ സരി മ സരി മപദ സദപമഗരി സരിത എവിടെ തുടങ്ങണം? എവിടെ തുടങ്ങണം? 9 മിനിറ്റ് മുമ്പ്. സരി മപദ സദപമഗരി സരി മപദ സദപമഗരി സരിത സരി മപദ സദപമഗരി സരിത സരി മപദ സദപമഗരി ബീച്ചിൽ സരി മപദ സദപമഗരി സരിത സരി മപദ സദപമഗരി സരിത സരി മപദ സരി മപദ സദപമഗരി 3-2 സരി മപദ സദപമഗരി സരിത സരി മപദ സദപമഗരി സരിത സരി മപദ സദപമഗരി സരിത സരി മപദ സദപമഗരി സരിത സരി മഗരി പമപദ സദപമഗരി സരിത
ധ സരി മഗരി പമ പദ സ ധവ മഗരി സരി ധ ധ സരി മഗരി സരി ധരി സദവ ദസ പസദപമ സരി ധരി സദപ ദസ പസദപമ ദപ മഗരി സരി ദസ റിമ സരി ധരി സദപ ദസ പസദപമ ധപ മഗരി സരി ദസ റിമ സരി ധരി സദപ ദസ പസദപമ ധപ മഗരി സരി ദസ റിമ സരി ധരി സദപ ദസ പസദപമ ധപ മഗരി സരി ദസ റിമ സരി ധരി സദപ ദസ പസദപമ ധപ മഗരി സരി ദസ റിമ മഗരി രി ധപ പമ മഗരി രി ധപ പമ സരി മ പദ പമ പ മഗരി രി ധപ പമ സരി മ പദ പമ പ ദസ ദസ രി ഗ സരി മഗരി രി ധപ പമ സരി മ പദ പമ പദ സ ദസ രി ഗ സരി മഗരി രി ധപ പമ സരി മ പദ പമ പദ സ ദസ രി ഗ സരി സരി മ പദ പമ പ ദസ ദസ രി ഗ സരി മഗരി രി ധപ പമ സരി മ പദ പമ പദ സ ദസ രി ഗ സരി സരി മ പദ സരി മഗരി സ ധപ മ പദ സദപമ ദസ റിയൽ ചേലനവരയോ സരി മപ ദസരി 7 തക്കത്തി തക്കിട്ട മഗരി സ അതാണ് മഗരി സ പൊരുത്തം സരി സരി പദ സരി 7 മഗരി സ തക്കത്തക്കിട്ട ദപ പദ 7 5 ദപ പദ സ ദപമ ദസരി 3 7 5 3 സരി പദ സരി മഗരി സ ധപ പദ സദപമ ദസരി ചേലനവരയോ സദപ മഗരി സരി ദസ സരി മഗരി പമ പദ സദപ മഗരി സരി ദ സരി മഗരി
சரி தரி சத பத ச பசத பமத பமகரி சரி சரி மா சரி தரி சத பத ச பசத பமத பமகரி சரி சரி மா சரி தரி சத பத ச பசத பமத பமகரி சரி சரி மா சரி தரி சத பத ச பசத பமத பமகரி சரி சரி மா சரி தரி சத பத ச பசத பமத பமகரி சரி சரி மா சரி தரி சத பத ச பசத பமத பமகரி சரி சரி மா மகரி ரே தப பம சரி பத பம பத சத சரி க சரி மகரி ரே தப பம സരി പദ അവിടെ ഒരു ഗമകമുണ്ട് ഗസരി ഗസരി മഗരി രി ദബ പമ സരി പദ പമ പദ സദ സരി ഗസരി സരി പദ സരി മഗരി സദ പദ സദ പമ ദസരി ദബ മപദ സദബ മ ദസനിയൽ ചേലനവരയോ സദബ മഗരി സരി ദസ ദസരി മഗരി പമ പദ സരി ദരി സദ പദ സ പസദ പമദ പമഗരി സരി സരി മ മഗരി രി ദബ പമ സരി പദ പമ പദ സദ സരി ഗ സരി സരി പദ സരി മഗരി സ ദബ പദ സദ പമ ദസരി ചേലനവരയോ അംഗയം സദ പമഗരി സരി ദസരി പമ പദ ദരി സദ പസദ പമ ഗരി സരി ദബ പമ മപദ സദ സരി സരി മപദ സരി ദബ മപദ ദസരിയ ചേലനവരയോ ഇപ്പോൾ ചരണം 4 സ്വരങ്ങളും ഒന്ന് നിർമ്മിക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് സമയം കൃത്യമാണ്. ചരണം ഒരു പ്രാവശ്യം പാടിയിട്ട് പിന്നെ പല്ലവിയും പല പ്രാവശ്യങ്ങൾ പാടി നിർത്താം. അത് പാടുമ്പോൾ നമുക്ക് ഒരു വേരിയേഷൻ കൊടുക്കാം. ചെറിയ വേരിയേഷൻ പാടുന്നതിൽ ഉള്ള വേരിയേഷൻ ഉണ്ട്. നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടോ? നൊട്ടേഷനിൽ തന്നെ ഉണ്ട്. മദരി സദ പമഗരി സരി ഗരി ഗരി രി പമരി. അത് ആ ഒരു വേരിയേഷൻ നമ്മൾ പാടുമ്പോൾ കൊടുക്കുന്ന വേരിയേഷനാണ്. ചേലനവരയോ അങ്കയർ കണ്ണിയൽ ചേലനവരയോ അങ്കയർ കണ്ണിമ ഗരി ദസ ധസ പദഗൽ ചേലനവരയോ ഗരി
பத மபம மகரி ரே பம பத சத பம சரி தபயன் சேன பத பத மபம மகரி ரே பம பத சத பம சரி தபயன் சேன வரயோ சபதம பசதபம மகரி சதச சபதம தரி சதசரி பம மகரி சதசரி கசரி தரி சதபம பதம பரி பமகரி சரி கசரி தசரி தப சதப மகரி சரி தச சரி மகரி பம பத சரி தரி சத பத ச பசதப மத மகரி சரி சரி மகரி ரே தப மம சரி பத பத சத சரி கசரி சரி பத சரி மகரி ச தப பத ச தப மத சரிய சேன வரயோ சதப மகரி சரி சரி மகரி பம பத சரி தரி சத பத ச பசதப மத மகரி சரி சரி மகரி ரே தப மம சரி பத பம பத சரி கசரி சரி பத சரி மகரி ச தப பத ச தப மதசரியல் சேன வரயோ മുഴുവനായിട്ട് ഒന്നുകൂടെ പാടണമെങ്കിൽ ഒരു പ്രാവശ്യം പാടി നിർത്താം. അപ്പോൾ പറഞ്ഞാൽ ഫുള്ളായിട്ട് ഒരു പ്രാവശ്യം പാടി തരുണമുയൽ തായേ ഉദൽ തിരുപദം തഞ്ചോയൽ ദേവന്റെ ദയാപരിയേ തരുണമുയൽ തായേ ഉദൽ തിരുപദം തഞ്ചോയൽ ദേവന്റെ ദയാപരിയേ துணை நீயல்வே ரேவருண்டோ பரில் தருள இல்நூ தாமதமேனோ அருள் துணை நீயல்வே பரில் தருள இல்நூ தாமதமேனோ
പദമേനോ പദ സ പദ മദ മഗരി സരി മപ സരി സോറി പദ സ പദ മദ മഗരി സരി മപ സരി മപ മദ സരി മഗരി സരി ദസ മദരി സദ പദ മപ ദപ മഗരി സരി ദ ചിട്ട സ്വതന്ത്ര പാടിക്കോളൂ പദ സ പദ മദ മഗരി സരി മഗരി മദ തരുണം തായേ ഉണ്ടൽ തിരുപദ ചേലനവരയോ அங்கையர் கண்ணியல் சேலனவராயோ சேலனவராயோ மாகரி பதயல் சேலனவராயோ மாகரி தச மதபத மபம மகரி ரே பம பத சத பம தசரித Dabadama pasada baba magari sada sadi dabadama dari sada sadi pama magari sada sadi kasadi dari sada baba badama pari pama gari sadi kasadi dasadi dabadan Sadapa magari sari dasam Sari magari pama pada sari dari sada pada sapa sada pama dapa magari sari dasari ma magagari re dapa pama sari papa dapa pada sada sari gasari sari papa dasari magari sada papa pada sada pama dasari ചേലനവരയോ മഗരി സരി ദസ ഗപ ദസരി മഗരി രി സരി പദ dasari gasari sabe baba dasari daba baba dasari yal jelelevarayo angayar kanniyal jelelevarayo
നന്നായിട്ട് എല്ലാവരും പാടിയാൽ നിങ്ങൾക്ക് ഒരു കൈ കിട്ടും. ഉച്ചയ്ക്ക് ശേഷം ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പറയണം.